നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കണ്ടത്. നിർണായകമായ പല ബില്ലുകളും പാർലമെന്റ് പാസാക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. ജനാധിപത്യപരമായ ചർച്ചകൾ ഈ ബില്ലുകളിന്മേൽ നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം പാർലമെന്റിൽ തുടർച്ചയായ 14-ാം ദിവസവും നടക്കുകയാണ്. പാർലമെന്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം അവസരം നൽകിയില്ല. മാത്രമല്ല, ഈ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല്, ആ നിയമ ഭേദഗതി ബില്ലിൽ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും പാർലമെന്റിൽ ചർച്ച നടന്നത്. ഇല്ലാതെ ചർച്ചകളൊന്നുമില്ലാതെ പല നിർണായകമായ ബില്ലും ഗവൺമെൻറ് പാസ്സാക്കിയെടുത്തു. എന്തായാലും ഇപ്പോഴും ശബ്ദായമാനമായ രംഗങ്ങളാണ് പാർലമെൻറ്റിലെ ഇരുസഭകളിലും നടക്കുന്നത്. രാവിലെ പാർലമെൻറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സഭാധ്യക്ഷന്മാർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, രാജ്യസഭയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം നമ്മൾ കണ്ടു. ഈ സമയത്ത് രാജ്യസഭയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില നാടകീയ രംഗങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അതായത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം സമരം നടത്തുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നത് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതായത്, ദില്ലിയിൽ നടന്ന പാർലമെൻറ്റ് മാർച്ച്, ആ പാർലമെൻറ്റ് മാർച്ച് അക്രമാസക്തമാകുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് ബലം പ്രയോഗിക്കുന്നു. ആ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പോലീസ് നടപടിയിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം സഭയിൽ എന്നതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ആവശ്യം. എന്നാൽ ഇതുവരെ അമിത്ഷാ പ്രസ്താവന നടത്തിയില്ല എന്ന് മാത്രമല്ല, ഈ വർഷകാല സമ്മേളനം ആരംഭിച്ചിട്ട് ഇന്നുവരെ അമിത്ഷാ രാജ്യസഭയിലോ എത്തിയിട്ടില്ല. അതായത്, ഇതിനിടയിൽ നിർണായകമായ ഉന്നതതല യോഗങ്ങളടക്കം നടന്നിട്ടുണ്ട്. അതായത്, വളരെ ശക്തമായ ജോലി തിരക്കിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും സഭ നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സഭയിൽ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ സഭയിൽ വന്നിട്ടില്ല. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ചിത്രീകരിച്ചുകൊണ്ട്, അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷം വിദ്യാർത്ഥികളുടെ വിഷയം ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം പെല്ലറ്റ് ഗണ്ണുകളടക്കം ഉപയോഗിച്ചു. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം അയോധ്യയിലെ സംഭാവന കൊള്ളയാണ്. അയോധ്യയിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരം പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും രാജ്യസഭയിൽ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയപ്പോൾ സഹിക്കാനാവാതെ, അല്ലെങ്കിൽ സഹികെട്ടിട്ടാണ് ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ നിയമമന്ത്രി കിരൺ റിജ്ജുവിനോട് ഇക്കാര്യം പറഞ്ഞത്. അതായത്, പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിലാണ് സ്പീക്കർ ഇങ്ങനെ ഒരു ആവശ്യം മന്ത്രിയോട് ഉന്നയിച്ചത്. കിരൺ റിജ്ജു പാർലമെന്ററി കാര്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിപക്ഷങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ബഹളം വയ്ക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഉണ്ടാകണമെന്നാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്നാണ്. അത് ആ ഒരു വികാരം, സഭയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ വികാരം, സഭയിൽ ഉയർന്നു വരുന്ന ആ വികാരം, അത് താങ്കൾ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്നാണ് ഇന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു വെച്ചത്. ഇത് കേട്ടപ്പോൾ കോൺഗ്രസിന് വലിയ സന്തോഷമായി. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കുമെല്ലാം CP രാധാകൃഷ്ണനോട് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ടാകും. കാരണം അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും ഈ രാജ്യസഭയിൽ ഉയർത്തുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷം ഇത്രയും നാളായി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഇതുവരെയും അമിത്ഷാ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവരുടെ ഈ ആവശ്യങ്ങൾ, ഇവരുടെ ഈ ബഹളം വയ്ക്കൽ, ഇതെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കൂടി താങ്കൾ അറിയിക്കൂ എന്ന് CP രാധാകൃഷ്ണൻ എന്ന രാജ്യസഭാ അധ്യക്ഷൻ ഇപ്പോൾ കിരൺ റിജ്ജുവിനെ അറിയിച്ചിരിക്കുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ്റെ ഈ പ്രസ്താവന ഏറെ കൗതുകമായി തോന്നി. അതായത്, ഈ ആരെയും BJPയുടെ ഈ നിലപാട് എന്ന് പറഞ്ഞാൽ ആരെയും സഭയിൽ വരാനോ പ്രസ്താവന നടത്താനോ പ്രതിപക്ഷത്തിന് ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല, പ്രതിപക്ഷത്തിന് നിർബന്ധിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നിർബന്ധത്തിന് തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഇപ്പോൾ BJPയുടെ നിലപാട്. മാത്രമല്ല, ഈ പറയുന്ന വിഷയം CJPയുടെ പ്രൊട്ടസ്റ്റ്, അതിന് നേരെ നടന്ന പോലീസ് അതിക്രമം, ഇതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധനകാര്യമന്ത്രിക്ക് പ്രസ്താവന നടത്താൻ കഴിയില്ല. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് BJP അതിനെ പ്രതിരോധിക്കുന്നത്.
ഉന്നയിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്താത്തതോ പോട്ടെ, എന്തുകൊണ്ട് സഭയിൽ വരുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തൻ്റേതായ ജോലി തിരക്കുകളിലാണ്. അദ്ദേഹം ചില ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ആ ദൗത്യങ്ങളിലേക്ക് രാജ്യം നടന്നെടുക്കുകയാണ് എന്നൊക്കെയാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും അദ്ദേഹം മുഴുവൻ സമയവും പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. പക്ഷേ രാജ്യസഭയിലോ ലോക്സഭയിലോ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ആ സാഹചര്യത്തിലാണ് CP രാധാകൃഷ്ണൻ മന്ത്രിയോട്, പാർലമെൻ്ററി കാര്യ മന്ത്രിയോട് പ്രതിപക്ഷത്തിൻ്റെ ഈ വികാരം ഈ മന്ത്രിയെ അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും തമ്മിലുള്ള വാക്കേറ്റം പോലും നമ്മൾ ഇന്ന് രാജ്യസഭയിൽ കണ്ടതാണ്. നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സംബന്ധിച്ചിട്ടാണ്, പാർലമെൻ്ററി ചട്ടങ്ങളൊക്കെ സംബന്ധിച്ചിട്ടാണ് ഉള്ള ചർച്ചയ്ക്കിടയിലാണ് ഇരുവരും കൊമ്പുകോർത്തത്. എന്തായാലും 14 ദിവസം നീണ്ടിരിക്കുന്നു. ഇതുവരെയും രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും നേരാവണ്ണം ചർച്ചകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടനവധി നിർണായകമായ ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സായി പോകുന്നു. സർക്കാരിനടക്കം അതിൽ വലിയ പ്രതിഷേധമുണ്ട്. BJP പറയുന്നത് എന്തെന്നാൽ പ്രതിപക്ഷം അനാവശ്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം തന്നെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ പറയുന്ന നീറ്റ് വിഷയത്തിൽ ഒരു ചർച്ചയാണ്. ആ ചർച്ചയാകാമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം ചർച്ചയാകാമെന്ന് പറഞ്ഞു. ആ ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കുന്നു. അതിനുശേഷവും ചർച്ച നടന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയാലേ ചർച്ച നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കടുംപിടുത്തം. ആ കടുംപിടുത്തം അനുവദിച്ച് നൽകാൻ കഴിയില്ല എന്നാണ് ഭരണപക്ഷവും പറയുന്നത്. എന്തായാലും തുടർച്ചയായി 2 ആഴ്ചയോളം ഇതാ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. രാജ്യസഭയിൽ നിർണായകമായ ബില്ലുകൾ ചർച്ചയ്ക്ക് വരാനിരുന്നതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്ന് പരാജയപ്പെട്ടു പോയ വനിതാ സംവരണ ബില്ലും അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ലുമെല്ലാം ഈ വർഷകാല സമ്മേളനത്തിൽ പരിഗണിക്കേണ്ടതായിരുന്നു. ഇതുവരെയും പാർലമെൻറ്റ് നടപടികൾ സ്തംഭിപ്പിക്കപ്പെട്ടത് കാരണം ഈ പുതിയ, അതായത് 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അത് തള്ളുകയാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ബില്ലുകൾ പാസ്സാക്കുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. നിർണായകമായ ബില്ലുകളാണ് പാർലമെൻറ്റിൽ വരുന്നതും പാസ്സാകാനിരിക്കുന്നതും. നിലവിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ബില്ലുകൾ 3-2 ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. മാത്രമല്ല, DMK ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കക്ഷികൾ, മുമ്പ് ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന കക്ഷികൾ മണ്ഡല പുനർനിർണയ ബില്ലിനടക്കം ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയുമാണ്.